പിന്നെ ആക്ച്വലി നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ചായപ്പൊടിയും ശർക്കരയും എടുക്കാറുണ്ട്. കാരണം നമുക്ക് ചായ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട്, അപ്പം എന്താ പറയുക, ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് കുറേ ഇങ്ങനെ അലയേണ്ടി വന്നു കേട്ടോ. നിച്ചുവിന് പാലുണ്ടാക്കാനാണെങ്കിലും ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ സോങ്ക്രാൻ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നമുക്കൊരു ലോങ് ലീവ് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 5 to 6 days ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫ്രൈഡേ ആണ്. നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ പോകുന്നത് സാറ്റർഡേ, അതായത് നാളെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിച്ചുനും നിവിക്കും ഏട്ടനും എനിക്കും എല്ലാവർക്കും ഒരേപോലെ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളെപ്പോലെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ അത്യാവശ്യം കയ്യിൽ കരുതേണ്ടത്, അതായത് എങ്ങനെ പാക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് ടിപ്സ് ആൻഡ് ഹാക്സ് ഒക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. നമ്മളൊരു 2 days ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൂട്ട് കേസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കണം. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതായത് നമുക്ക് ഇപ്പം എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം, ഏട്ടന് ഇന്ന സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ChatGPT ആണ്. അപ്പോൾ ChatGPT നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടതെന്നുള്ളത് ChatGPT ഇങ്ങോട്ട് പറഞ്ഞു തരും. അവരൊരു ലിസ്റ്റ് ആക്കിയിട്ട് തന്നെ തരും കേട്ടോ. അപ്പോൾ ഞാൻ ആ ലിസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. വേഗം ഇതാ കണ്ടിട്ട് വന്നു. ഓക്കെ, അപ്പം നമ്മളിനി പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ ഒരു 4 ജോഡി ഡ്രസ്സ് വെച്ചിട്ടാണ് എല്ലാവർക്കും എടുക്കുന്നത്. അത് പുറത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് മാത്രം. പിന്നെ നമ്മൾ വീട്ടിലിടാനുള്ളത് 1 ജോഡി 2 ജോഡി ആയിട്ടാണ് എടുക്കുന്നത്. അതായത് നമ്മൾ 2 നൈറ്റാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എൻ്റെ ഡ്രസ്സുകളൊന്ന് കാണാം. അപ്പോൾ ഇത് ഒരു കോട്ട് ഡ്രസ്സാണ് കേട്ടോ, കോട്ട് സെറ്റാണ്. ഇത് ഫുൾ പാൻ്റ് ആയിട്ടല്ല വരുന്നത്, ഹാഫ് പാൻ്റ് ആയിട്ട് വരുന്നതാ. ഇത് കണ്ടോ, നല്ല അടിപൊളി നല്ല കളറായിട്ടുള്ള ഒരു കോട്ടൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു സെറ്റ് വെക്കുന്നുണ്ട് ഫസ്റ്റ്. ഓക്കെ, അപ്പം നമ്മളിനി വെള്ളത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ, ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാൻ്റാണ്. പിന്നെ ഇതൊരു ടീഷർട്ട്, ഒരു ബനിയനാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ജസ്റ്റ് ഒരു ടോപ്പ്, കുറച്ച് ലോങ് ടോപ്പാണ്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ലോങ് ടോപ്പാണ്. ഈ ഒരു പിക്ചറൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ ഒരു ഫെദർ സ്ലീവാണ് കേട്ടോ. നല്ല ലൂസായി കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. ഭയങ്കര കംഫർട്ടാണ് നമുക്ക്. ഇപ്പോൾ തായ്ലൻഡിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. വേണ്ട, ഇത് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്പോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ടോപ്സ് ആണ് കേട്ടോ. നമുക്ക് പാൻസിൻ്റെ, ലൂസ് പാൻസിൻ്റെ, ജീൻസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഇത് നല്ല കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഒരു ബനിയൻ ടൈപ്പാണ്. ഇവിടെ വയ്ക്കാം. പിന്നെ അതേ മെറ്റീരിയലിൽ വരുന്ന ഒരു റെഡ് കളർ ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഇത് ഫ്രണ്ടിൽ ബട്ടൺസ് ഒക്കെ വരുന്നതാണ്. ഭയങ്കര സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്കേർട്ടിൻ്റെ കൂടെയാണ് കേട്ടോ. ഈ ഒരു സ്കേർട്ടിൻ്റെ കൂടെയാണ് ഞാനിത് പെയർ ചെയ്യുന്നത്. ഒരു വൈറ്റ് ക്രീം കളറ് സ്കേർട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് നന്നായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇത് രണ്ടും എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു നോർമൽ ഷർട്ടാണ് കേട്ടോ.
ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന നോർമൽ ഷർട്ട്. നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത്ര ഇറക്കൊന്നുമില്ല. പിന്നെ പഫ് സ്ലീവ് ആണ് വന്നിട്ട് കേട്ടോ. ഈ ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തടി തോന്നിക്കില്ല അധികം, അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പെയർ ചെയ്യുന്നത് ഇതാ ഇതുപോലൊരു ക്രീം കളറ് ലൂസ് പാൻറ്, അതായത് പല്ലാസോ ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു ഷർട്ട് പെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഷർട്ട് നല്ല നല്ല അടിപൊളിയല്ലേ. ഇതാ ഈ ഒരു ഇതും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് പെയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഞാനിത് അതുപോലത്തെ ഒരു പാൻറ്റും കൂടി കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്, പോക്കറ്റ് വരുന്നുണ്ട്, ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്, ഭയങ്കര സുഖമുള്ളൊരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാൻ വെക്കുന്നുണ്ട്, ഏതെങ്കിലും ടോപ്പിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാം. ഇത് വെച്ചു. പിന്നെ ഇതുപോലത്തെ ഒരു നൈറ്റ് സൂട്ട് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നൈറ്റിൽ വെയർ ചെയ്യാം, പുറത്തൊക്കെ പോകുമ്പോഴും വെയർ ചെയ്യാം കേട്ടോ. ഇതിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഷോർട്സ്, അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കുന്നുണ്ട്. അവിടെ ആക്ച്വലി കുറച്ച് തണുപ്പുള്ള സ്ഥലമാണെന്നാണ് കേട്ടത്, ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഏകദേശം ഡ്രസ്സുകളൊക്കെ ആയി. ഇനി ഇന്നേഴ്സാണ് ഞാൻ വെക്കുന്നത് ഇതിലേക്ക്. എല്ലാം ഞാൻ പാഡഡ് ആയിട്ടുള്ള ഇന്നേഴ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ടീഷർട്ടും അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ആയതുകൊണ്ട് എല്ലാം പാഡഡ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഷോർട്സും എടുത്തിട്ടുണ്ട്, എന്തായാലും അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളാണ് എൻ്റെ സൈഡിൽ നിന്നുള്ളത്. ഇനി അണ്ടർവിയർ എടുക്കാനുണ്ട്, പിന്നെ ടവല്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇനി ഇതിലേക്ക് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ സെക്ഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് ഏട്ടൻ്റെ സെക്ഷൻ റെഡിയാക്കാം. ഏട്ടൻ്റെ സെക്ഷൻ ആക്ച്വലി ഞാൻ എന്താ കുറച്ച് ഷർട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷർട്ട്, പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ ഷർട്ട്, ഇത്, പിന്നെ ഈ ഒരു പാറ്റേണിൽ വരുന്ന ഷർട്ട്, പിന്നെ ഇത്, പിന്നെ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഇത്. അപ്പോൾ ഇത് 5 ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് നമുക്ക് എടുത്തു വയ്ക്കാം. പിന്നെ ഏട്ടന് ഒരു 4-5 ഷോർട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ജീൻസാണ് നമ്മൾ പോകുമ്പോൾ ഇട്ട് പോവുക, അപ്പം അതുകൊണ്ട് ഷോർട്ട്സ് ആണ് കേട്ടോ ബാക്കിയെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഏകദേശം ഓക്കെ ആയി. ഇനി നിച്ചുവിൻ്റെയും നിവിടിയും ഒക്കെ റെഡി ആക്കണം. അപ്പോൾ അത് ഈ പെട്ടിയിൽ കൊള്ളുമെങ്കിൽ അത് ഫുള്ളായിട്ട് ഇതിൽ തന്നെ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ച് ഡ്രസ്സ് ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് സ്പേസ് ഡിക്കിയിൽ 2 പെട്ടി ചിലപ്പോൾ കൊണ്ടുപോകുന്നു വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിക്കുക. ഇത്തിരി ഇത് അത്യാവശ്യം വലിയ പെട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഏട്ടനെയും കൊണ്ടു. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് നിച്ചുവിൻ്റെയും നിവിടിയും ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം. നിച്ചുട്ടൻ്റെയും നിവിക്കുട്ടൻ്റെയും ഡ്രസ്സൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നിച്ചുവിൻ്റെ ഡ്രസ്സ് എടുക്കാം. ഇത് എല്ലാം പെയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ 1 2 3 4 പെയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി പുറത്തേക്ക് ഇടാനുള്ളതാണ്. പിന്നെ ഇത് നിവിക്കുട്ടൻ്റെ കുറച്ച് എന്താ പറയുക ടീഷർട്ടുകളാണ്. 1 2 3, പിന്നെ
4, 5, 6, 7 ടീഷർട്ട് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം അവർ എപ്പോഴും ഇങ്ങനെ ചളിയിലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഡ്രസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് കുറച്ച് ഒരു 5-6 ജോഡി ഡ്രസ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നിവിക്കും നിച്ചുവിനും സെയിം ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ തായ്ലൻഡിലത്തെ ടീഷർട്ടാണ്, ട്രൗസറും ഉണ്ട്. അപ്പോൾ അത് രണ്ടുപേർക്കും ഒരേപോലത്തെ എടുക്കുന്നുണ്ട്. പിന്നെ നിവിക്കുട്ടന് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടീഷർട്ട്സ് ആണ്. പുറത്തേക്ക് പോകുമ്പോൾ ഇടാനായിട്ടുള്ള ഒരു ബ്ലാക്ക് ഒരു ജോഡി ഡ്രസ്സ്. പിന്നെ ഇത് വീട്ടിലിടാനുള്ള ട്രൗസേഴ്സ്. ഇത് നിച്ചുട്ടന് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ അതാ അവരുടെയും ഏകദേശം പാക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ടവല്, അതുപോലെ നമ്മുടെ ബാത്റൂമിക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക പേസ്റ്റ്, ബ്രഷ്, പിന്നെ എനിക്ക് ആവശ്യമായിട്ട് ക്ലെൻസർ, അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. അപ്പം അതെല്ലാം റെഡി ആക്കണം കേട്ടോ. ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ് കേട്ടോ. ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഐറ്റംസ് ഒന്നും അധികം വേണ്ട. ഞാൻ ജസ്റ്റ് കൊണ്ടുപോകുന്നത് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ടോണർ, ക്ലെൻസർ, പിന്നെ നമ്മുടെ ഐലൈനർ, ലിപ്സ്റ്റിക്ക്, പിന്നെ പൊട്ട്. ഇതാണ് മെയിനായിട്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്നത്. ലിപ് ബാം കേട്ടോ, അല്ലാതെ വേറെ കുറേ ഐറ്റംസ് ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. പിന്നെ നമ്മുടെ ഐബ്രോസ് റെഡിയാക്കാനുള്ളതും എടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം. അപ്പോൾ ഇതിന്ന് നമ്മൾ ഇതിലോട്ട് ഇടാൻ പോവാണ് കേട്ടോ. ഇതെൻ്റെ ഒരു പൗച്ചാണ്. ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഞാൻ നാട്ടിലുള്ള സമയത്ത് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് വലുത്, പിന്നെ കുറച്ച് ചെറുത്, പിന്നെ കുറച്ചും കൂടി ചെറുത്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് എന്താ പറയുക കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാനുള്ളതാണ്, അതെടുക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐബ്രോ ഫില്ല് ചെയ്യാനുള്ള പെൻസിലാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൺസ്ക്രീൻ എടുക്കുന്നുണ്ട്. സൺസ്ക്രീൻ മസ്റ്റായിട്ടും നമ്മൾ എവിടെ പോവുകയാണെങ്കിലും കയ്യിൽ വെച്ചോളുക, കാരണം ഭയങ്കര ചൂടാണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ സൺസ്ക്രീൻ ഇട്ടാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ആവി എടുക്കുന്ന ഒരു പോലെയാണ് കേട്ടോ. പിന്നെ ഇതൊരു ലിപ് ടിൻ്റാണ്, ഇതെടുക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ മറ്റേ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ക്രീമാണ് കേട്ടോ. ഈ സംഭവം നമ്മുടെ ആക്സസ് വൈ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. ഇത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ സിറം, സാലിസിലിക് ആസിഡ് സിറാണ്, 2% സാലിസിലിക് ആസിഡ് ആണ്. പിന്നെ ഒരു ഐലൈനർ. പിന്നെ ഇത് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുമ്പ് യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ മോയ്സ്ചറൈസിങ് ബേസ്റ്റ് ആണ് കേട്ടോ. ബേസ്റ്റ് ജെൽ ക്രീമാണ്, ഇതെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ലിപ്പ് ഓയിലാണ്. പിന്നെ ഇത് ഫൗണ്ടേഷൻ ഞാൻ ഈ ചെറുതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. അപ്പം ഇതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞി മിററും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടി കുഞ്ഞി മിറർ. പിന്നെ മോയ്സ്ചറൈസർ എടുക്കുന്നുണ്ട്. ആക്ച്വലി മോയ്സ്ചറൈസർ കുറച്ച് വലുതാണ്, എൻ്റെ മറ്റേ ബയോഡാർമയുടെ വലിയ ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലെടുക്കുന്നില്ല, വേറെ ഏതെങ്കിലും ബോട്ടിലാക്കിയിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു സ്പഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ മുടി ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്. അതുപോലെ ഹെയർ വാക്സ്, ഈ 2 എടുക്കുന്നുണ്ട്. അപ്പം ഇനി മോയ്സ്ചറൈസറും കൂടിയാണ് ഇതിലേക്ക് എടുക്കാനുള്ളത് കേട്ടോ. അപ്പം ഞാനത് ഒരു കുഞ്ഞി ഡപ്പയിലാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് എടുക്കാനാണ് വിചാരിക്കുന്നത്. ബാക്കി എല്ലാ ഐറ്റംസും ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സൺസ്ക്രീന്, പിന്നെ മേക്കപ്പിൻ്റെ സംഭവങ്ങൾ, സ്കിൻ കെയർ മസ്റ്റായിട്ടും ഞാൻ ഒഴിവാക്കാറില്ല. കാരണം നമുക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹോട്ടൽസിൽ മറ്റേ അവരുടെ എന്താ പറയുക
ക്ലെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ചിലതൊന്നും യൂസ് ചെയ്യുമ്പോൾ സൂട്ടാവാറില്ല. എനിക്കത് പിമ്പിൾസ് വരും, അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലെയൊക്കെ വരും. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ കയ്യിൽ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് പൊട്ട് വേണം, പിന്നെ ഒരു കോമ്പും കൂടിയും വെക്കണം, ചീർപ്പ്. അതാണ് ഇനി ഇതിലേക്ക് വെക്കാനുള്ളൂ. അപ്പം അതും സെറ്റായി. അപ്പം അങ്ങനെ നമ്മുടെ പെട്ടി പാക്കിംഗ് ഏകദേശം ഇവിടെ കഴിഞ്ഞു. ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തു, സ്കിൻ കെയർ, മേക്കപ്പ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഇനി ചെറിയൊരു ബാഗിൽ എനിക്ക് നിച്ചുവിനും നിവിക്കുള്ള സ്നാക്സ്, അതുപോലെ തന്നെ പാമ്പേഴ്സ്, പിന്നെ ആക്ച്വലി നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ചായപ്പൊടിയും ശർക്കരയും എടുക്കാറുണ്ട്. കാരണം നമുക്ക് ചായ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ ആ സംഭവം എടുക്കണം. പിന്നെ നമ്മുടെ പോർട്ടബിൾ ആയിട്ടുള്ള ഗ്യാസ് സ്റ്റൗ ഉണ്ട്. അപ്പോൾ അതും കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വട്ടം പോയപ്പോൾ നമ്മൾ കെറ്റിലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകും. പക്ഷേ കെറ്റിൽ ചിലപ്പോൾ വൃത്തി ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്താ പറയുക, ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് കുറേ ഇങ്ങനെ അലയേണ്ടി വന്നു കേട്ടോ, നിച്ചുവിന് പാലുണ്ടാക്കാനാണെങ്കിലും ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അത് പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാന്ന് പറയണ്ടേ? നമ്മൾ പോകുന്നത് തായ്ലൻഡിൽ തന്നെ ഖാവോ ഖോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതൊരു മൗണ്ടെയിൻ ഏരിയയാണ്, കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. സിറ്റി മാറി കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. മൗണ്ടെയിൻ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ പോകണം കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ വ്ളോഗ്സ് എല്ലാം അങ്ങനെ മുന്നിക്ക് ഉണ്ടാവുന്നതാണ്, ട്രാവൽ വ്ളോഗ്സ് എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പെട്ടി പാക്കിങ്. ഇനി ബാക്കി ആ അല്ലറ ചില്ലറ സംഭവങ്ങൾ മാത്രമാണ് പാക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇവരെ കൊണ്ട് പോകുമ്പോൾ മെയിനായിട്ട് നമുക്ക് സ്നാക്സ് ആണ്. ഇപ്പോൾ പിന്നെ നിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല, ഫുഡ് നമുക്ക് കയ്യിൽ വെച്ച് കൊണ്ടുപോകണ്ട. പിന്നെ പഴമോ അങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അതൊക്കെ മാത്രമേ നമ്മൾ കയ്യിൽ വെക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു പെട്ടി പാക്കിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നെ പോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ യൂസ്ഫുൾ ആകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.